അങ്ങനെ പച്ചടിയിലേക്ക് നമ്മൾ വറുത്തിട്ട് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുമ്പളങ്ങയാണ്, പച്ചടി ഉണ്ടാക്കുന്ന കുമ്പളങ്ങയാണ്. ഇത് വെച്ച് ഞാനൊരു പച്ചടി ഉണ്ടാക്കാൻ പോവാണ്. പക്ഷേ ഇത് ഫുള്ളായിട്ട് എനിക്ക് ആവശ്യമില്ല, കാരണം ആൾക്കാർ കുറവാണല്ലോ. അപ്പോൾ ഇതിൻ്റെ പകുതി മതിയാവും. ഞാനിത് നേരെ പകുതിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഞാനിത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനെല്ലാം ഇതിന് പച്ചടി ഉണ്ടാക്കുന്ന കുമ്പളങ്ങ തന്നെയാണ് കടയിൽ നിന്ന് പറയുക. അമ്മമ്മയെല്ലാം ഇതിന് നരയൻ കുമ്പളങ്ങ എന്നാണ് പറയൽ. ഈ ഒരു വലിപ്പത്തിലാണ് കുമ്പളങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പച്ചടി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടാവും. ചില ആൾക്കാർ വലിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒരു കയ്യിൽ വെച്ച് അത് അടിച്ചെടുത്തിട്ട് പച്ചടി ആക്കുന്ന രീതിയും ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെയാണ് കട്ട് ചെയ്യൽ. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് തണിയാൻ വേണ്ടിയിട്ട്, അതായത് ചൂട് ആറിയതിന് ശേഷം മാത്രമേ പച്ചടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചൂടോടെ ഉണ്ടാക്കുന്ന സമയത്ത് പച്ചടീൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് നല്ലോണം തണിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയ പ്ലേറ്റിൽ മാറ്റി വെച്ചതാണ്. കൂടുതൽ കുമ്പളങ്ങയിലുണ്ടെങ്കിൽ വെള്ളം ചേർക്കാണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ചെടുക്കാൻ പറ്റും. പക്ഷേ വളരെ കുറച്ചായതുകൊണ്ട് അടിക്ക് പിടിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് 1/4 കപ്പ് വെള്ളം വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വെള്ളം കുക്കറിൽ ഉണ്ട്. ഇത് നമ്മൾക്ക് മാറ്റി വെക്കാം. അതുപോലെ ഈ വെള്ളം മാറ്റി വെക്കാം. നമ്മൾ അരച്ചെടുത്തതിന് ശേഷം അഥവാ വെള്ളം ആവശ്യമെങ്കിൽ ഈ വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരിത്തിരി ജീരകം, പിന്നെ കുറച്ച് പച്ചമുളക് നമ്മൾ ഓൾറെഡി കുമ്പളങ്ങയിൽ വേവിക്കുന്ന സമയത്ത് എടുത്ത് വെച്ചതാണ്. അപ്പോൾ കുറച്ച് മതിയാവും. ഇതിൽ കുറച്ച് ഇഞ്ചി ചേർത്തിട്ടുണ്ട്, വളരെ കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചമുളകിന് പകരം ഞാൻ കാന്താരിയാണ് ചേർക്കുന്നത്. കുറച്ച് കാന്താരി. നമ്മൾ പച്ചമുളക് നേരത്തെ കുമ്പളങ്ങ വേവിച്ചെടുക്കുന്ന സമയത്ത് ചേർത്തതാണല്ലോ, അപ്പോൾ ഇത് മതിയാവും. ഇത് നല്ല നാടൻ തൈരാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾക്ക് അരച്ചെടുക്കാം. എന്താ പറയുക, തേങ്ങ അരക്കുമ്പോൾ ഇതും കൂട്ടിയിട്ട് അരച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ അധികം വെള്ളമായിപ്പോയാൽ ബുദ്ധിമുട്ടാണ്. ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൽ തൈര് മാത്രം വെച്ചിട്ടാണ് അരച്ചെടുത്തത്. തൈരിന് നല്ല പുളിയുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിനി ചേർക്കേണ്ടത് കടുകാണ്. ഏകദേശം പകുതിയിലധികം അരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഞാൻ കുറച്ച് കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിന് മേലെ ഉണ്ടാവും. കുമ്പളങ്ങയെല്ലാം തണിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ കറി ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് അരപ്പൊഴിക്കുകയാണ്. കടുകും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. നേരത്തെ കുക്കറിൽ കുമ്പളങ്ങ വേവിച്ചതിൻ്റെ ബാക്കി വെള്ളം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇതിലേക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, പാകത്തിന് കൊഴുപ്പായിട്ടുണ്ട്. നല്ല പച്ചടി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കായമുളക്, കുറച്ച് കറിവേപ്പില. ഗ്യാസ് ഓഫ് ചെയ്യാം. പച്ചടിയിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പച്ചടിയിലേക്ക് നമ്മൾ വറുത്തിട്ട് കഴിഞ്ഞു.
ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.